എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നിങ്ങളുമായി പല സമയങ്ങളിലെ പല മാധ്യമങ്ങളിലൂടെ പല സ്ഥലങ്ങളിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ, അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലൊക്കെയും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യങ്ങൾ കർത്താവ് നൽകട്ടെ. നിങ്ങളുടെ ചെറുതും വലുതുമായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഈ ചെറിയ സന്ദേശം നിങ്ങൾ കേൾക്കുവാനായിട്ട് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു നന്മയും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ അല്പസമയം നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതായ കാര്യങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ ഒരു വിശദമായ നിലയിലേക്ക് ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു 4 കൂട്ടം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഈ സന്ദേശം നിർത്തുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും അതായത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുവാനായിട്ട് ദൈവം കൃപ ചെയ്യും. അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് അതിലേക്ക് നടത്തുവാനായിട്ട് ഇടയാവുക. അത് ദിവസവും നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് നന്മയായി തീരും എന്ന് നമുക്ക് അറിയാം. എന്നിരുന്നാലും നമുക്ക് ഒന്ന് വേഗത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഒന്നാമത്തേതായ കാര്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെയേറെ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ്, എല്ലാ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷിക്കണം. അത് എല്ലാവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്ന നിലയിൽ സമ്മതിക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ആത്മീയമായ മേഖലകളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അവരെ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് അത് കഴിയുന്നത്? നമുക്കറിയാം, ഈ ലേഖനം എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെന്ന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ്. അത് നാളെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരും എന്നുള്ള വാർത്ത കേട്ടിട്ടല്ല, നീണ്ട കാലഘട്ടങ്ങൾ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് താൻ ഇങ്ങനെ പറയുവാനും എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞ് നമുക്കൊരു കയറ്റമുണ്ടാകും, അതുപോലെ തന്നെ ഒരു താഴ്ചയുണ്ടാകും, അല്ലെ, ഒരു സമൃദ്ധി ഉണ്ടാകും, ഒരു ഇല്ലായ്മയുണ്ടാകും. ആ സമയങ്ങളിലെല്ലാം നല്ല ആരോഗ്യമുള്ള സമയത്തും ആരോഗ്യമില്ലാത്ത സമയത്തും, അതായത് രോഗിയായിരിക്കുന്ന സമയത്തും, സമ്പത്തുള്ള നാളിലും ദാരിദ്ര്യത്തിലായാലും, ഏത് സാഹചര്യങ്ങളിലായാലും ഒരു ദൈവഭക്തനെ പറയാനായിട്ട് കഴിയും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ സന്തോഷം എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം, നല്ല സൗന്ദര്യം, നല്ല ആരോഗ്യം, നല്ല ജോലി, ഒത്തിരി സമ്പത്ത്, നല്ല സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ലഭിക്കുമ്പോൾ വളരെ സന്തോഷമൊക്കെ ഉണ്ടാകും. ചിലർ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വിനോദങ്ങളിലും അതുപോലെ തന്നെ എക്സസൈസ്, അങ്ങനെ പല സിനിമ കാണുക, ഹോബി ചെയ്യുക, അതുപോലെ അപൂർവം ചില പ്രിയപ്പെട്ടവരെ മദ്യപാനത്തിലും ലഹരിയിലും അങ്ങനെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 3 തലത്തിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്നുള്ള സന്തോഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒത്തിരി സമ്പത്തുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി കായികമായി മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വളരെ പക്വതയില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം താൽക്കാലികമാണ്. ചിലപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന നിലയിലേക്കും ഈ സന്തോഷത്തിൻ്റെ മാർഗ്ഗങ്ങൾ എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോകത്തിലെ സന്തോഷം താൽക്കാലികമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവഭക്തരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ എപ്പോഴും സന്തോഷിക്കണം. ഏത് സാഹചര്യത്തിലായാലും സന്തോഷിക്കുവാനായിട്ട് കഴിയണം. പൗലോസിന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സാധിച്ചതുപോലെ നമുക്കും അപ്രകാരം കഴിയണം. അതിന് പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ്? കർത്താവിൽ അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്ന് പറയുന്നത് പോലെ കർത്താവിലാണ്
എപ്പോഴും സന്തോഷിക്കുവാനിടയാകേണ്ടത്. ഈ ലോകത്തിൻ്റെതായ നിലകളിലുള്ള ഒരു സന്തോഷമല്ല ദൈവമക്കൾ അല്ലെങ്കിൽ ഈ ലേഖകൻ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഒന്നുകൊണ്ടുമല്ല. അപ്പോൾ കർത്താവിലാണ് നമുക്കെപ്പോഴും സന്തോഷിക്കാനിടയാകേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സിനിമ കാണുന്നതിലൂടെയോ മദ്യം കഴിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു ടൂർ പോകുന്നതിലൂടെ അല്ല. അതിലൂടെയൊക്കെ സന്തോഷം പാപമല്ല, എന്നാൽ പാപകരമാകുന്ന സന്തോഷങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ കർത്താവിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ദാരിദ്ര്യത്തിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയുക? പൗലോസിനെ പോലെ സന്തോഷിക്കാൻ നമുക്ക് ഓരോരുത്തർ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ വേഗത്തിൽ അതിന് കഴിയുന്ന 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, നമുക്കൊരു വിലയേറിയ ഒരു കാര്യം നമുക്ക് സ്വന്തമാകുമ്പോൾ, വിലയേറിയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് അത് സന്തോഷത്തെ ഉളവാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ അതിനെ ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ യേശുവിൽ സുവിശേഷം വിശ്വസിച്ചതുകൊണ്ട് കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത് പാപമോചനമാണ്. ഏറ്റവും അനുഗ്രഹിക്കുന്നത് പാപം മോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം ഭാഗ്യം നാം വിശുദ്ധരാണ്. അപ്പോൾ പാപമോചനം ലഭിക്കേണ്ടതിന്, വിശുദ്ധരായി തീരേണ്ടതിന്, പാപികളെ രക്ഷിക്കേണ്ടതിന് യേശുക്രിസ്തു വന്ന് നമ്മുടെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്ത് അതിന് ശിക്ഷ അനുഭവിച്ചതുകൊണ്ട്, പരിഹാരം വരുത്തിയതുകൊണ്ട്, അത് വിശ്വസിച്ച് നാം പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ പാപങ്ങളെ ക്ഷമിച്ചു തരികയും പാപമോചനം പ്രാപിക്കുകയും അത് പ്രകാരം നമുക്ക് ദൈവം ഭാഗ്യം വിശുദ്ധരായി തീരുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ വിശുദ്ധ പദവി ലഭിക്കുന്നത് കോടിക്കണക്കിന് പൈസ ചെലവാക്കി അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ വിശുദ്ധരായി കാണുവാനായിട്ട് കഴിയൂ. എന്നാൽ പാപികളായി നമുക്ക് യേശുവിൻ്റെ രക്തമുഖാന്തരം പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുകൊണ്ട്, പാപങ്ങളൊക്കെ പരിഹാരം വരുത്തിയതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ആ രക്തം കൊണ്ട് നമ്മളെ വിശുദ്ധരായി തീരും. അപ്പോൾ ദൈവം ഭാഗ്യം വിശുദ്ധരായി തീർന്നത് കൊണ്ട് വലിയ സന്തോഷം ഉണ്ടാകും. രണ്ടാമത്തേത്, നമ്മൾ പാപം ചെയ്ത് ദൈവത്തോട് തെറ്റുകൾ ചെയ്ത് ഈ ലോകത്തിൻ്റെ അഴുക്കിൽ ജീവിച്ചപ്പോൾ നമ്മളെ ഭരിച്ചിരുന്നത്, നമ്മെ നിയന്ത്രിച്ചിരുന്നത്, നമ്മുടെ ഉള്ളിലിരുന്നിരുന്നത് അന്ധകാര ശക്തികളായിരുന്നു. ആ അന്ധകാര ശക്തികൾ നമ്മെ നിയന്ത്രിച്ചതുകൊണ്ട് നാം തെറ്റുകളൊക്കെ ചെയ്തു പോയി. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും? നാം നല്ലത് ആഗ്രഹിക്കുന്നു, എന്നാൽ തെറ്റായ നിലകളിലേക്ക് നാം പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പാപമോചനം പ്രാപിച്ച നമുക്ക് യേശുവെ, നീ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷകനായി, ദൈവമായി, എൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം, ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനിടയായി തീർന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നാം ദൈവത്തിൻ്റെ ആലയമായി തീർന്നു. ഈ സർവശക്തനായ ദൈവം, വാക്കുകൾ കൊണ്ട് സകലത്തെ ഉളവാക്കിയവനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ ആലയമായി തീർന്നു. ഈ സർവ്വശക്തിയുള്ള ദൈവമാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുവാനായിട്ടിടയാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം ആത്മാവായി ആരിൽ വസിക്കുന്നുവോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായി തീരും. അന്ന് പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അന്ന് നമുക്ക് വീണ്ടും ജനിപ്പാനായിട്ട് സഹായിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുകയും അന്ന് നിത്യജീവനെ പ്രാപിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ആരിലുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമുക്ക് പിതാവായി, പിതാവിൻ്റെ മക്കളായി നാം മാറുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ വസിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് ദൈവത്തെ പിതാവെന്നും ദൈവത്തിൻ്റെ കൂട്ട അവകാശികളായി തീരുവാനും സാധിച്ചു. അപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ എന്തായി തീർന്നു? ഈ സത്യങ്ങളെ ആഴമായ നിലകളിൽ, ചെറിയ നിലകളിലായാലും മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സന്തോഷമുണ്ടാകും, വളരെ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം, വിശുദ്ധരായി തീർന്ന് ദൈവം എന്നിൽ വസിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവുള്ളതുകൊണ്ട് നിത്യജീവനെ പ്രാപിച്ചു, ദൈവമക്കളായി തീർന്നു, ഇന്ന് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി മാറുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായി തീർന്നു. അത് നമ്മളെ ഭരിക്കുവാനിടയായി തീർന്നപ്പോൾ നമ്മുടെ അകത്ത് ഈ സന്തോഷം ഉളവാക്കുവാനായിട്ടിടയായി തീർന്നു. ഇങ്ങനെയാണ് ഓരോ ദൈവമക്കൾക്കും, ഓരോ വിശ്വാസികൾക്കും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ടിടയാകുന്നത്. ഈ ലോകത്തിലുള്ളതിനേക്കാളും അധികമായിരിക്കുന്ന, ഇവിടെ 100 വയസ്സ് അല്ലെങ്കിൽ 110 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെയാണെങ്കിലും അതിൻ്റെ അപ്പുറം, മരണത്തിനപ്പുറം, മരണമില്ലാത്ത നിത്യമായ അവസാനിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോടു കൂടെ വാഴുവാൻ, ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഈ സന്തോഷമാണ് നമ്മെപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ അധികം നമുക്കൊരു വേഗത്തിൽ ഒരു 3 കൂട്ട കാര്യങ്ങൾ കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ, കർത്താവിൽ, ഈ ലോകത്തിൻ്റെ അല്ല, മറ്റ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ലഭിക്കുന്നതല്ല, നമ്മൾ അറിഞ്ഞ ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് നമ്മെ എപ്പോഴും സന്തോഷം ഉളവാക്കുവാനായിട്ടിടയായിത്തീരും. ഏത് സാഹചര്യത്തിലും ഈ സന്തോഷം നമ്മിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുകയില്ല. ഈ സന്തോഷം നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് കാരണമായി തീരുവാൻ സാധ്യമാക്കി തീർക്കും. അപ്പോൾ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തേത് സദൃശവാക്യം 23:17-18 പറയുന്നുണ്ട്, എപ്പോഴും എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സദൃശവാക്യം 23-17-18. അപ്പോൾ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. അപ്പോൾ 2 അനുഗ്രഹമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം തന്നെ 2 നിലയിൽ ചെയ്യാനായിട്ട് കഴിയും.
ഒരു സാധാരണ പോലെ ചെയ്യാം, ആ കാര്യം തന്നെ ഭക്തിയോടെ ചെയ്യാം. ഇപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് വലിയ ആഗ്രഹത്തോടെ ഈ ഭൂമിയിൽ ഭക്തിയോടെ ജീവിക്കുവാൻ കഴിഞ്ഞാൽ അതിന് എല്ലായ്പ്പോഴും വചനം എന്താ പറയുന്നത്? എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. അപ്പോൾ രണ്ടനുഗ്രഹം, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നീ ഉപവസിക്കേണ്ട, നിശ്ചയമായ ഒരു കാര്യം സംഭവിക്കും. ഒരു പ്രതിഫലമുണ്ട്. ആരും കാണാതെ നീ ദൈവികത്തെ ഭയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ഭക്തിയോടെ ജീവിക്കുമ്പോൾ എഴുതി വെച്ചോ, ഇന്ന് എഴുതി വെച്ചോ, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. രണ്ടാമത്തെ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിനക്കൊരു പ്രതീക്ഷയുണ്ട്, നിന്റെ ഒരു സ്വപ്നമുണ്ട്, അതിന് ഭംഗം വരുവാനായിട്ട് ഇടയാകുകയില്ല. ഇത് വലിയ അനുഗ്രഹത്തിൻ്റെതായ കാര്യങ്ങളാണ്. നീ പ്രതീക്ഷിക്കുന്ന, നീ സ്വപ്നം കാണുന്ന ഈ രണ്ട് സ്വപ്നം കാണണം, പ്രതീക്ഷയുണ്ടാകണം. ഇതില്ലാത്തവനെ നമുക്ക് അയ്യോ കഷ്ടമെന്നേ പറയാനായിട്ട് കഴിയുള്ളൂ. പ്രതീക്ഷയുള്ളവനാണ്, സ്വപ്നമുള്ളവനാണ് ആ യഹോവ ഭക്തിയോടെ ജീവിച്ചാൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അപ്പോൾ ഭക്തിയോടെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിന്, വലിയൊരു നന്മയ്ക്ക് കാരണമായി തീരും. സമ്പത്തിന് കഴിയാത്തത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് തരാൻ കഴിയാത്ത വാഗ്ദത്തങ്ങൾക്കപ്പുറമായി ദൈവത്തോട് ഭക്തിയോടെ ജീവിച്ച ഭക്തനെ ദൈവം അനുഗ്രഹിപ്പാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അതിന് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ദൈവം സഹായിക്കട്ടെ, നിങ്ങൾ ഈ കാര്യം വളരെ കാര്യമായിട്ട് ഈ രണ്ടാമത്തെ സദൃശവാക്യം 23:17-18 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയും അതുപോലെ തന്നെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രതിഫലം, അതുപോലെ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തേതായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനിടയാകണം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എങ്ങനെയുള്ളത്? നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതെ കൂടുതൽ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ എന്തുണ്ടാകും? മടുത്തു പോകും, വിശ്വാസം ഒന്ന് കുറയും. അപ്പോൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. പ്രാർത്ഥനയിൽ നമുക്ക് ദൈവവചനം പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ, അത് പ്രവാചകനാണ്, ശക്തനായ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ഏലിയാവാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ് തിരുവചനം പറയുന്നത്. ഏലിയാവ് ഒരു വാക്കുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗപീഠത്തിലുള്ളതിനെല്ലാം ദഹിപ്പിക്കാനിടയായിത്തീർന്നു. ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിമിഷം, ഒരു ദിവസം കൊണ്ടും ഒന്ന് പ്രാർത്ഥിച്ചതല്ല, 3.5 വർഷക്കാലം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. 3.5 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒരു മഴ കാണുവാനിടയായിത്തീർന്നു. അപ്പോൾ ചുറ്റുപാടുള്ള പ്രവാചക ശിഷ്യന്മാരും അവിടെയുള്ള അവൻ്റെ മറ്റുള്ള പ്രിയപ്പെട്ടവരൊക്കെ സംശയിച്ച് കാണും. ഇവൻ പ്രവാചകനാണോ, ഇവൻ പ്രാർത്ഥനാക്കാരനാണോ, ഇവനാണോ ദൈവത്തിൻ്റെ പുരുഷൻ എന്നൊക്കെ സംശയിച്ച് അവനോട് പലതും പറയുവാനും സാധിച്ചു കാണും. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകനെ പഠിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയുന്നത് 3.5 വർഷം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി. അതുവരെയും അവൻ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, മുടക്കം വരാതെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി കാണുവാനിടയായി. ആ പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും അതിശയകരമായി തീർന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഏലിയാവ് വളരെ ഭയപ്പെട്ട് വളരെ വേദനിച്ച് നിന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യഹോവേ, അയ്യോ യഹോവേ മതി, ഞാൻ മറ്റാരേക്കാളും നല്ലവനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? എൻ്റെ ജീവിതം അങ്ങ് എടുത്തോ, എനിക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷെ നമുക്കറിയാം ദൈവം ആ പ്രാർത്ഥന ഇതുവരെയും കേട്ടിട്ടില്ല. അതിനുശേഷവും പ്രവാചകനെ ദൈവം ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തും. അപ്പോൾ ചില പ്രാർത്ഥനകൾ പ്രവാചകനാണെങ്കിലും പ്രവാചകന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുവാനിടയാകേണ്ടത്. പ്രാർത്ഥിക്കണം. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ എല്ലാതും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അപ്പം മൂന്നാമത്തേത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ അനേകരെ അടുക്കൽ ചെല്ലുമ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പലരും വളരെ പരിഭ്രമിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് സംസാരമാണ്. എപ്പോഴും സംസാരം മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുവാനായിട്ട് ഇടയാകും. അപ്പോൾ മൂന്നാമത്തേത് എപ്പോഴും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ സ്തോത്രം പറയാം. അങ്ങനെ മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ മടുത്തു പോകാതെ പിന്നെന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ മൂന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 13:15 പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കും. പുതിയ നിയമത്തിലെ യാഗങ്ങളൊക്കെ ഉണ്ട്. അത് മൃഗങ്ങളെ അർപ്പിച്ചുകൊണ്ടുള്ള യാഗങ്ങളല്ല.
പുതിയ നിയമത്തിൻ്റെ സവിശേഷതമായിരിക്കുന്ന യാഗങ്ങളുണ്ട്. അതിൽ ഒരു യാഗത്തെക്കുറിച്ച് പറയുകയാണ് സ്തോത്രയാഗം. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുകയും. അപ്പം സ്തോത്ര യേശുവെ, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന, യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് നന്ദി പറയുന്ന, അല്ലെ, സ്തോത്രം പറയുന്ന ഒരു യാഗമായിട്ട് അർപ്പിക്കുവാനായിട്ട്, ഇടവിടാതെ അർപ്പിക്കുവാനായിട്ട് എബ്രായ ലേഖനം 13-15 അധ്യായത്തിൽ പറയുന്നുണ്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ നാമത്തെയും നന്ദിയെയും അറിയിക്കുന്ന ഒരു സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാനായിട്ട് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനം 13-15 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഞാൻ 4 പറഞ്ഞ അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് 1 പത്രോസ് 3 അധ്യായം അതിൻ്റെ 15 വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി ആരെങ്കിലും ചോദിച്ചെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സൗമ്യതയോടും ന്യായത്തോടെ ചോദിക്കുന്നുവെങ്കിൽ സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ പ്രതിവാദം ചെയ്യുവാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അപ്പം നമ്മുടെ പ്രത്യാശയെപ്പറ്റി, സുവിശേഷത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും നമുക്ക് അനുകൂലമായി തീരുകയില്ല. ചിലർ സംശയം ചോദിക്കുന്നവരുണ്ടാകാം, ചിലർ നമ്മൾ വാക്കിൽ കൊടുക്കുന്നവരായിരിക്കാം, ചിലർ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാനായിരിക്കാം. പല നിലകളിലൊക്കെ ഈ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ, യേശു കർത്താവിനെ പറ്റിയൊക്കെ ന്യായമായി ചോദിപ്പാനായിട്ട് വരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? സൗമ്യതയോടെയും ഭയഭക്തിയോടെയും പ്രതിവാദം പറയേണ്ടതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. പല മതങ്ങളിലുള്ള ആൾക്കാരുണ്ടാകും, പല സഭകളിലുള്ള ആൾക്കാരുണ്ടാകും, അല്ലെ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ പല നിലകളിൽ ഏത് തരക്കാർ വന്നാലും ന്യായത്തോടെ ചോദിക്കുന്ന ആൾക്കാരോട് സൗമ്യതയോടെ ഭയഭക്തിയോടെയും പ്രതിവാദം പറയേണ്ടതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുവാനായിട്ടിടയാകും. നമ്മൾ ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് നമ്മിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഈ സന്ദേശം അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വേഗത്തിൽ പിന്നീടും ആവർത്തിച്ച് ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ 5 കൂട്ട കാര്യങ്ങളാണ് അത് നമ്മൾ പങ്കുവെച്ചിട്ടുള്ളത്. ബൈബിളിലെ ഇതിലും അധികമായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സന്തോഷകരമായി തോന്നിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ സന്ദേശത്തിൽ പങ്കുവയ്ക്കുവാനിടയായി തീർന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനി അടുത്ത വീഡിയോയിൽ നാം കാണുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ, ധന്യമായി തീരട്ടെ, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി പറയുന്നു.